സൂപ്പർ 60യിലെ സൂപ്പർ അതിഥി ആരാണ്? ആ വൈറൽ താരമാരാണ്? മമ്മൂട്ടിയെ അനുകരിക്കുന്ന ഒട്ടേറെ പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ ഒട്ടുമിക്കവർക്കും മമ്മൂട്ടിയെ നേരിട്ട് കാണാനുള്ള അവസരം പോലും ലഭിക്കാത്തവരാണ്. മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അനുകരിച്ച് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയുണ്ട്. ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ബിഗ് ബി ഞാനൊന്ന് അനുകരിക്കുകയാണ്. ഇവന്റെ ബാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്ന്. വേഗം പറ, പണി കഴിഞ്ഞടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകുന്നത്. കൊച്ചിയുടെ കൊച്ചിയിലെന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രൻ ദുൽഖർ സൽമാന്റെ ഒരു വോയിസ് കൂടി ഞാനൊന്ന് അനുകരിക്കുകയാണ്. ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയില് പണ്ട് പാർത്തിരുന്ന ഒരു പാവം ചിന്ന, നിങ്ങൾ ബേജാറാവില്ലെന്ന് നമ്മളൊന്ന് കളവാക്കാൻ പറഞ്ഞല്ലേ എന്റെ ഡോക്ടറെ. ഒരു പ്രതീക്ഷയില്ലാതെ മറ്റുള്ള യുഗത്തിലേക്ക് ഇടിച്ചു കയറി നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നു. അവരെ കണ്ണിലുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്, അതിന്റെ ഒരു ത്രില്ലില് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. പനി പിടിച്ചെടുക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂട്ടിനൊരു പെൺകച്ചവടുണ്ടായിരുന്നെങ്കിലോ ഒരാൾ കൂടി പനി കൊടുക്കാലോ. താങ്ക് യു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കലാകാരൻ, കോഴിക്കോട് സ്വദേശി വിപിൻ ബാലൻ. മമ്മൂട്ടി പടങ്ങൾ ഹിറ്റുകൾ അടിച്ച് തിയേറ്ററിൽ പൊടിമാറിക്കുമ്പോൾ മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ അനുകരണവുമായി അതിഥിയായി എത്തുന്നത് വിപിൻ ബാലനാണ്. സ്വാഗതം വിപിൻ ബാലൻ, വരൂ. വളരെ കാലത്തിന് ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥിയെത്തുന്ന മഹത്തായ ദിവസം. ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം. ഓക്കെ അല്ലേ? കറക്റ്റ് ആയിരുന്നു അത്. ഭ്രമയുഗത്തിലെ ഡയലോഗാണ്. കണ്ട പ്രേക്ഷകർക്ക്, സിനിമ കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് വടകരയിൽ വെച്ച് അല്ലെ, മമ്മൂട്ടിയുടെ മുൻപിൽ വെച്ച് മമ്മൂട്ടിയെ അനുകരിച്ച് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലേ? ഒന്ന് ആ കയ്യും തൊട്ടോട്ടെ. അതെ, എനിക്കും ഇപ്പോഴും ഞാൻ ഡ്രീം മൊമെന്റ് ആണ് എന്റെ ലൈഫിലെ. കാരണം മമ്മൂക്കനെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കണ്ണിലൊന്ന് ഇരുട്ടെന്ന് അറിയും നമ്മുടെ ഒരു 10 സെക്കൻഡ്. ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല ആ വീഡിയോയിൽ ഞാൻ എങ്ങനെ മമ്മൂക്കയുടെ മുന്നിൽ നിന്ന് മമ്മൂക്കയുടെ ശബ്ദം അനുകരിച്ചെന്നും അദ്ദേഹത്തിന്റെ മകന്റെ ശബ്ദം അനുകരിച്ചു. ഞാൻ തന്നെ ആ വീഡിയോ കണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഞെട്ടാറുണ്ട്. ശരിക്കും വല്ലാത്തൊരു മുഹൂർത്തം തന്നെയാണല്ലേ അത്. ഞാൻ അതിന് ജന്മസാഫല്യം എന്നാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട സമയത്ത്, വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിനിട്ട ക്യാപ്ഷൻ. എങ്ങനെ ഒരു അവസരം കിട്ടി അങ്ങനെ വടകരയിൽ വെച്ച്? അത് എൻ്റെ ഒരു മുംബൈ ഒരു പ്രോഗ്രാം ഞാൻ മുംബൈയിൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ആങ്കർ റമീജ ആയിരുന്നു. റമീജ ആങ്കർ ആ സെയിം ആങ്കർ തന്നെയായിരുന്നു വടകര മമ്മൂക്ക റോയൽ വെൻഡിങ് എന്നൊരു സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷൻ നടത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇതാണ് അപ്പോൾ അങ്ങനെ അവസരം കിട്ടി. അവിടെ വെച്ചിട്ട് അതിനിടയ്ക്ക് വലിയ തിരക്കായിരുന്നു, ക്രൗഡായിരുന്നു, ബ്ലോക്കായിരുന്നു. മമ്മൂക്ക പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറി കൊടുക്കണം. പക്ഷേ ഹൈവേ ഒക്കെ ബ്ലോക്കായ സമയത്ത് റമീജ ഒന്ന് ചോദിച്ചാണ് മമ്മൂക്കൊക്കെ സർപ്രൈസ് തരാൻ ഇങ്ങനെ ഒരു കലാകാരനെ വിളിച്ചോട്ടെ. അപ്പോൾ എന്തോ ഭാഗ്യം മമ്മൂക്ക പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ കയറി. എനിക്ക് ഓർമ്മയില്ല, ഇനി ഈ വീഡിയോ കാണുന്നതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ അവിടെ സംഭവിച്ചത്. ശരിക്കും മമ്മൂട്ടീനെ തന്നെ, അതായത് ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് മമ്മൂട്ടി ആയിരിക്കും എന്ന് വിപിൻ തിരിച്ചറിയുന്നപ്പോഴാണ്? അങ്ങനെ ഇല്ല, എനിക്ക് ഒരിക്കലും മമ്മൂക്കന്റെ ശബ്ദം ആർക്കും പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം, അത്ര പെർഫെക്റ്റ് ആവാതെ കാണാറുള്ളത് മമ്മൂട്ടിയെയാണ്. അതെ, ഇപ്പോഴും എനിക്ക് പേടിയാണ്. എങ്കിലും ഞാൻ അനുകരിക്കുന്നതിൽ ഒരു 10% ഒക്കെ ഞാൻ ശരിയാണെന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്റെ ശബ്ദം മറ്റേ ബിലാലിൻ്റെ മമ്മൂക്കേനെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇവൻ്റെ ബാപ്പായ ദുബായിലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ മിമിക്രിയിൽ വന്ന ഒരാളല്ല. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു സ്റ്റേജിൽ പോലും കയറുന്നത്. ഞാൻ വിചാരിച്ചു സ്കൂൾ കാലത്തൊക്കെ കലോത്സവത്തിലൊക്കെ മിമിക്രി ഒക്കെ. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊന്നും ഞാൻ മിമിക്രി കാണുന്നത് അത്ഭുതമാണ്. കാരണം വളരെ ഷൈ ആയിട്ട് ഒരു മാറിയിരുന്ന് ഒരു ഒതുങ്ങി ഉള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ. പക്ഷേ അൺഎക്സ്പെക്ടഡ്ലി പിന്നെ നമുക്ക് പുറത്ത് ചാടിയതാണ്. അത് എങ്ങനെയാ നിങ്ങളിപ്പോൾ ഒരു മിമിക്രി കലാകാരന്മാർ ഇത് ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാ വീഡിയോസ് തുടർച്ചയായി കണ്ടു? ഒരുപാട് ഒന്നാമത് നമുക്ക് ഇതിനോട് ഇഷ്ടം വേണം. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ അത്രയും ആരാധിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രയോ തവണ വീണ്ടും കണ്ടിട്ടുണ്ട്. ബിലാലൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അത് മനസ്സിലേക്ക് ഇങ്ങനെ പതിയും, ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ നമുക്ക് പതിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പൊ തന്നെ മമ്മൂട്ടി അല്ലാതെ തന്നെ ദുൽഖറിനെയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് മമ്മൂട്ടിയുടെ ഇപ്പൊ ഏത് ഹിറ്റ് കഥാപാത്രത്തിന്റെ ഒരു നമുക്കവിടെ എനിക്ക് റീസെന്റ് ഏറ്റവും ഹിറ്റായത് പ്രമയോഗം തന്നെയാണ്. പ്രമയോഗത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് തന്നെ ഞാൻ വീണ്ടും ഒന്ന് അനുകരിക്കും. നിൽക്കണോ? എന്നാലേ നിങ്ങൾക്ക് മാനറിസം ഒക്കെ അങ്ങനെയാണല്ലോ. മാനറിസം ഇല്ല, ഒരിക്കലും അതിനടുത്ത് പോലും നമുക്ക് എത്താൻ പറ്റും. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം. നിനക്ക് ഇവിടുന്ന് പോകാൻ അനുവാദമില്ല.
അടിപൊളി. ഈ മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഈ ഭാഷാഭേദങ്ങളെ ഇത്ര രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നടനില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ് പുള്ളിയുടെ ശരീരത്തെയും ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ മമ്മൂട്ടി കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇപ്പൊ പ്രാഞ്ചിയേട്ടനൊക്കെ പോലെയുള്ള അത്തരം ചെയ്യാറുണ്ടോ? അത്ര ചെയ്യാറുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ പല ഭാഷകളും നമുക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഉസാർക്ക് മുന്തിരിങ്ങ കുസാൽക്ക് നാരങ്ങ എന്നൊക്കെ പറഞ്ഞ് കാസർഗോഡ് മുതൽ പിന്നെ അന്തരാസ് കുന്തരാസ് തള്ളേ കലിപ്പുള്ള തീരണില്ലല്ലേ, അതെ അതെ, അവിടെ മുതൽ ഇങ്ങനെ കേരളത്തിലെ എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്ത ഒരാളാണ്. പിന്നെ മമ്മൂക്കയുടെ ഇംഗ്ലീഷിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്ന നരസിംഹത്തിലെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എങ്കിലും ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറന്നേക്ക് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. വളച്ചൊടിക്കാം, മൂടിവെക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? എയർ ഇസ് ക്വയറ്റ് ആൻഡ് ബിക്കമിങ് ആൻ ഓഫീസർ. I pity for the dirty game you have played in this case, that the manipulator. A police officer is posted to the watching dog of justice and servant of the society. But instead, you behave like a barking dog against your revenge against your family enemy. A law-bearing citizen and an ex-judicial officer who always give predominant consideration for his office than any other personal bondage or personal relationship. By incriminating such a biased, poisoned soul, you have proved that you are ashamed to the total police force of the country. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അടിപൊളി. എനിക്കൊക്കെ ആകെ അറിയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ത്യ എന്തെന്ന് അറിയണമെങ്കിൽ അതൊക്കെ നമുക്ക് ആകെ അറിയുള്ളൂ. പക്ഷെ അടിപൊളി കേട്ടോ. വേറെ ഉണ്ടോ? പ്രാഞ്ചിയേട്ടനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പ്രാഞ്ചിയേട്ടൻ ഞാൻ അധികം ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മമ്മൂക്കയുടെ ഇമോഷണൽ ഡയലോഗാണ്. അപ്പോൾ മമ്മൂക്കയുടെ ശബ്ദം ഒന്ന് ഇടറുമ്പോൾ നമ്മുടെ കണ്ണ് അറിയും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്ലൈമാക്സ് ഡയലോഗ് വളരെ ഇഷ്ടമുള്ള, ഞാൻ അധികം സ്റ്റേജിൽ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. അത് ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ ആ മ്യൂസിക് കൂടി ഉണ്ടെങ്കിലാണ് സാധാരണ സ്റ്റേജ് ചെയ്യാറുള്ളതെങ്കിലും ഓർമ്മയില്ല മ്യൂസിക്. പിന്നെ അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മനസ്സിൽ സങ്കല്പിക്കാം. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. എനിക്കുമുണ്ടായിരുന്നൊരു കുട്ടിക്കാലം. മഴ പെയ്യുമ്പോൾ വാഴയില വെട്ടിപ്പിടിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട എൻ്റെ ബാലൻ. ഇനിയൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെ ഞാൻ സ്വപ്നം കണ്ടത്. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാശിയിലേക്ക് പുറപ്പെടുമ്പോൾ കാതില് കടുപ്പൻ്റെ ഒരു ആശമായി ബാലൻ്റെ അടുത്ത് നിറകണ്ണോട് ഞാൻ ചോദിച്ചു, ബാല ഞാനിങ്ങനെ കിടക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ട് നിന്നെ തേടി വരുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരേ പൊളി. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ ഇത്രയും പെർഫെക്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ട്? ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക തന്നെ എനിക്കൊരിക്കൽ മമ്മൂക്കയുടെ കുറേ ഫാൻസ് ഒന്നും, പിന്നെ മമ്മൂക്ക എന്നെ വിളിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെയ്തൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രോഗ്രാം മമ്മൂക്കയുടെ കൂടെ ചെയ്തതിന് ശേഷമാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരു ബാലനൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് കിട്ടിയ വലിയൊരു അവാർഡ് എന്നുള്ളത് അത് മൊത്തത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. 5 മിനിറ്റ് കൊണ്ട് 65 സെലിബ്രിറ്റികളുടെ സൗണ്ട് അനുകരിക്കാറുണ്ട്. 65 ആളുകളുടെ ശബ്ദം അനുകരിച്ച ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു. അവിടുന്ന് മഹാരാഷ്ട്രയിലായിരുന്നു, മുംബൈയിലായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൻ, പിന്നെ MP ആയിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെ എന്ന് പറയുന്ന സാറിൻ്റെ കയ്യിൽ നിന്നൊരു അദ്ദേഹം സ്റ്റേജിൽ എൻ്റെ പ്രോഗ്രാമിന് ശേഷം അദ്ദേഹത്തിന് ആദരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഹിന്ദിയിൽ എന്തൊക്കെ പറയും, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഹിന്ദിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ എന്നെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അദ്ദേഹത്തിന് കിട്ടിയ ബൊക്ക എൻ്റെ കയ്യിൽ നിന്ന് ഗംഭീരമായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്കൊരു മറുനാട്ടിൽ കിട്ടിയ വലിയൊരു അംഗീകാരം. പിന്നെ അതിന് പുറമെ നാട്ടിലും വീട്ടിലും ആണെങ്കിലും ഒക്കെ മമ്മൂട്ടി പല സ്ഥലങ്ങളിലും ഇപ്പം എനിക്ക് വിദേശികളാണ് അല്ലെ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ അന്ന് നമുക്ക് ഭയങ്കര സ്നേഹം. ഒരു പ്രവാസി എന്നെ കാണാൻ വന്നിട്ട് നടുറോഡ് നിന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വന്നു. എൻ്റെ കുറ്റ്യാടി എന്നുള്ള സ്ഥലത്ത് നിന്ന് നടുറോഡ് വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അങ്ങനെ ഒരുപാട് സ്നേഹം നമുക്ക് ഈ ഒരു മിമിക്രിയിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സ്നേഹം. അതിലുപരി പൊങ്കാലകളും കിട്ടാറുണ്ട് ഇഷ്ടം പോലെ. ഇത് മമ്മൂട്ടിയാണ്, എന്ത് മമ്മൂട്ടിയാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ കൂടുതലും ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് വേറെ എക്സ്ട്രാ കഴിവുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മിമിക്രിയിലൂടെയാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരുപാട് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ PCR തന്നെ അൻസു പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ എന്തെങ്കിലും പറയാനറിയും മമ്മൂട്ടിയുടെ?
അത്ര ഞാൻ നമ്മുടെ ഐശ്വര്യ റായി ഒക്കെ ആയിട്ടുള്ളൊരു അത് മതി, പക്ഷെ അതെനിക്കിപ്പം പെട്ടെന്ന് വരില്ല. ഒന്ന് നോക്കുന്നോ? അയ്യോ ഇല്ല, അത് പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ എനിക്കുള്ള അത് പ്ലാൻ ചെയ്തില്ലായിരുന്നു. പ്രശ്നമാവും അത് ചെയ്താൽ. അപ്പൊ വേറെ ഏതാ ഇനി ഒരു മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ? ഞങ്ങൾക്ക് ഇത്രയും വലിയ ഫ്ലോർ ഉണ്ട്, വേണമെങ്കിൽ മമ്മൂട്ടിയുടെ ആ നടത്തൊക്കെ കാണിക്കാട്ടോ. അയ്യോ അതൊന്നും നമ്മൾ ചെയ്താൽ ശരിയാവില്ല, കാരണം അനുകരിക്കുക എന്നുള്ളത് ഒരു നമുക്കേ അത്ര കംഫർട്ട് ആവില്ല. എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ബോഡി ഇങ്ങനെ ഫിറ്റ് ആക്കി വെച്ചതൊക്കെ മമ്മൂട്ടിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണോ? ഏത് ബോഡി ഫിറ്റ് ആക്കി വെച്ചത്? ഇല്ലല്ല, ഇതൊക്കെ നമ്മള് പിന്നെ അങ്ങനെയാണല്ലോ. അതെ, അത് ഞാൻ ശരിയാ, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മമ്മൂക്ക പറയാറുണ്ട് പല കാര്യങ്ങളും. മമ്മൂക്ക പറഞ്ഞ ബോഡിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം, ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പാടില്ല. ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ പണിയൊക്കെ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇപ്പം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. പലർക്കും പല അസുഖങ്ങളും എനിക്കും വന്നിരുന്നു, ചെറിയൊരു പണികളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ക മമ്മൂക്കനെ ആ കാര്യത്തിലും ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് കരുതി അതുപോലെ ആവണം എന്നല്ല, പക്ഷെ ഫുഡിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി നമുക്ക് മമ്മൂക്കയുടെ മകന്റെ ശബ്ദം, എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂക്കയും മമ്മൂക്കയുടെ മകനെയും അനുകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അപൂർവ കാര്യം. അതെ അതെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ദുൽഖറിന്റെ ഒരു റൊമാൻറ്റിക് ഡയലോഗ്, ചാർലി എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗാണ്. ഹലോ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവൻ ജിന്ന്, നിങ്ങൾ ബേജാറാവില്ലേ? നമ്മളൊന്ന് കളറാക്കാൻ പറഞ്ഞല്ലേ? എൻ്റെ ഡോക്ടറെ, ഒരു പ്രതീക്ഷയില്ലാതെ മറ്റുള്ള വിധത്തിലേക്ക് ഇടിച്ചു കയറി നമ്മളിൽ സർപ്രൈസ് കൊടുക്കുന്നു. അവരെ കണ്ണിലുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്, അതിൻ്റെ ഒരു ത്രില്ല് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. പനി പിടിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂട്ടിനൊരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിലും ഒരാൾ കൂടി പനി കൊടുക്കാലോ. കൊള്ളാം. ഇപ്പൊ ഈ ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ നടനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദുൽഖറിന്റെ മുന്നിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അത് മാത്രം കിട്ടിയിട്ടില്ല. കിട്ടട്ടെ, ഇനി അവിടെയും കൂടി പോയി നമുക്ക് തകർക്കാം. ഇനി അതാണ് ഒരു വലിയൊരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ മുന്നിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്. ഈ മമ്മൂട്ടിയും ദുൽഖറും അല്ലാതെ വേറെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കി? വേറെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ഒക്കെ പഴയ വോയിസ് ഒക്കെ പണ്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നിവിൻ പോളി അങ്ങനെ ഉള്ള ആളുകളൊക്കെ 65 സൗണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ജോജു ചേട്ടന്റെ പാട്ട് ഒക്കെയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാറുള്ളത്. ജോജു ചേട്ടൻ്റെ പാട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അത് എങ്കിലും ശ്രമിക്കാം. പാട്ട് പാണന്റെ പാട്ടിൽ ഇന്ന് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചോടു വെച്ചിടും. പാടത്തിനോരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ വാഗമരത്തിൻ മറവിൽ നിന്ന് ആരുമറിയാതെ അവളൊന്നു മെല്ലെ നോക്കിയിടും. പിന്നെ പുഞ്ചിരി തൂകിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറ് നടുന്നൊരു കാല് തന്നുകൂടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടു വരച്ച് പോയി. ഒരു പാട്ടുകാരനും കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പാടാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി ആ സമയത്ത് പാടുകയും ചെയ്തിരുന്നു, കോളേജിൽ പാടുകയും ചെയ്തു. അതിനുശേഷം ഒരു മിമിക്രിയും ചെയ്തിരുന്നു. പാടിയ സമയത്ത് ടെക്നിക്കൽ എറർ കൊണ്ട് മൈക്കൊക്കെ പരാജയപ്പെട്ട് അന്നത്തെ ഫസ്റ്റ് പരിപാടി കൊളായിരുന്നു. അതിനുശേഷം ഒരു പേടിയുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ ബാത്റൂം സിംഗറാണ്, പാടാറുണ്ട്. പിന്നെ മിമിക്രിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ മമ്മൂട്ടിയുടെ ശബ്ദത്തിന്റെ പ്രത്യേകത ബാസ് അതല്ലേ പറയാറ് എല്ലാവരും? ഒരു മിമിക്രി കാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് മമ്മൂട്ടിയുടെ ശബ്ദത്തിന്റെ പ്രത്യേകത? എന്താ? മമ്മൂക്കയുടെ ശബ്ദത്തിൽ ബാസും ഉണ്ട്, ബേസും ഉണ്ട്. പിന്നെ ഈ മനുഷ്യന്റെ ശബ്ദം ഓരോ സിനിമയിലും വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാ സിനിമയിലും മമ്മൂക്കയുടെ ഓരോ സിനിമയിലും ഓരോ ശബ്ദമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പല ക്യാരക്ടേഴ്സിന് പുള്ളി കൊടുക്കുന്ന മോഡൽ, ചിലതിന് ബേസ് ഇല്ലാത്ത ശബ്ദങ്ങൾ കൊടുത്ത ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പം എനിക്ക് കുഞ്ഞനന്തൻ്റെ കട എന്ന് അടങ്ങുന്ന സിനിമയിലൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലൊക്കെ പല തരത്തിലുള്ള ശബ്ദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻലി നല്ല ബേസ് വന്ന പടം ബിഗ് ബി ആണ്. എൻ്റെ പാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്ന, ഇവിടെ റോട്ടി കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശെങ്കിലും മരിച്ചത്. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് വേണ്ടതാണ്. കൊച്ചിലെന്നറിയാം, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. കുറച്ചുകൂടി നമുക്ക് മൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുടുംബം, നാട്, ഇനിയുള്ള പ്രതീക്ഷകൾ അതൊക്കെ ഒന്ന് പറയൂ പ്രേക്ഷകരുടെ. നാട് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. കുടുംബം ഭാര്യ ഷഹന, മക്കള് സാവനി, പിന്നെ പുതിയൊരാൾ കൂടി ഉണ്ടായിട്ടുണ്ട്, 2 മാസം പ്രായമായിട്ടുള്ളൂ. ദക്ഷിത്ത് എന്നാണ് പേര്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഒരുപാട് പേര് കലാമേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്ത് കൂടുതൽ കാര്യങ്ങൾ, അതിനിടയ്ക്ക് കൊറോണ ഒക്കെ വന്ന സമയത്തൊന്ന് ബിസിനസ്സിലോട്ടൊക്കെ ഒന്ന് മാറിയിരുന്നു.
ഇനിയിപ്പോൾ വീണ്ടും കലാമേഖലയിൽ സജീവമാവുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. സുധിയേട്ടൻ, റിപ്പോർട്ടർ ചാനലിൻ്റെ സുധിയേട്ടൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ശരത്തേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നമുക്ക് കൂടെ ഉണ്ട്. എന്തായാലും ഈ വർഷം അല്ലെങ്കിൽ 2025 എന്ന വർഷം മിനി സ്ക്രീനിൽ നിന്ന് മാറി ബിഗ് സ്ക്രീനിലേക്ക് തന്നെ എത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, സിനിമ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്നലെ ഒരു ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ മേഖലയിലും ഒന്ന് കൈവയ്ക്കാനുള്ള മെയിൻ ഏറ്റവും വലിയ ആഗ്രഹം നടനാകുക, സിനിമാ നടനാകുക, എഴുത്തുകാരനാകുക, സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക എന്ന് മാത്രം. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പണ്ടൊക്കെ മിമിക്രി ചെയ്യുന്നവർ സിനിമയിലേക്കുള്ള ഒരു വഴി വേഗം തുറക്കപ്പെടുമല്ലോ. അങ്ങനെ വന്ന ഒരുപാട് നടന്മാരുണ്ട്. ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വന്നിട്ടുണ്ടോ? ഞാൻ 1-2 സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വിളിച്ചപ്പോൾ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ 2-3 സിനിമയിൽ ഇപ്പോൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കടകൻ എന്നുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടാണ് സജിൽ മമ്പാട്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ നായകനായിരുന്നു. ഏ മാഷ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം ചെയ്ത സിനിമയാണ് ഈ അടുത്ത് ഹക്കീം ഷാനൊക്കെ വെച്ചിട്ട് നായകനായ. അതിൻ്റെ ഇൻട്രോ ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ള സിനിമ ഡബ് ചെയ്തു. അങ്ങനെ 2 സിനിമകൾ ഡബ് ചെയ്തു. ഇപ്പോൾ ഒരു സീരിയൽ ഡബ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡബ്ബിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. സിനിമയിലേക്ക് സത്യം പറഞ്ഞ അവസരം വന്നിട്ടില്ല. പക്ഷേ ഇനി വരും എന്നുള്ളതിനാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എൻ്റെ ഫോക്കസ് ഒന്ന് മാറിപ്പോയിരുന്നു. ഞാൻ ഈ കൊറോണ വന്ന സമയത്ത് കലാമേഖലയിൽ നിന്ന് നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ വീണ്ടും സജീവമാവുന്നു. ഇപ്പോൾ ഫാമിലിയൊക്കെ ഒന്ന് സേഫാക്കി ഇനി വീണ്ടും കലാമേഖലയിലേക്ക് തിരിച്ചു വരും അല്ലേ? ഇനിയും നല്ല കഥാപാത്രങ്ങൾ ഉണ്ടല്ലേ മമ്മൂട്ടിയുടെ? അപ്പൊ ആദ്യം ഒരു കഥാപാത്രം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മമ്മൂട്ടിയുടെ ഒരു സീൻ ഇട്ട് തരാം. അതിനൊന്ന് നമുക്ക് സ്പോട്ട് ഡബിങ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ആദ്യം നമ്മളെ പിടിക്കാറുള്ളത് പ്രവാസികളാണ്. അപ്പോൾ പ്രവാസികളുടെ ദുരിതം നമ്മൾ ഒരുപാട് ഇപ്പം ആടുജീവിതം, പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് പ്രവാസികളുടെ ഒരു ദുരിതം നമുക്ക് മനസ്സിലാക്കി തന്നത് പത്തേമാരി എന്ന സിനിമയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അപ്പം മമ്മൂക്കയുടെ ഒരു പത്തേമാരിയിലുള്ള പള്ളിക്കൽ നാരായണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വോയിസ് ജസ്റ്റ് ഒന്ന് അനുകരിക്കാം. ഞങ്ങളീ പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ അങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. എവിടെയാണ് ജോലി, എത്രയാണ് ശമ്പളമെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേട് കൊണ്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണമെന്ന് കരുതിയിട്ടാ. ഒരു 10,000 ഉറുപ്പ്യ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരെന്താ വിചാരിക്കണേ? 20,000 കിട്ടിയിട്ട് 10 മിച്ചം വെച്ചിട്ട് ബാക്കി 10 അയച്ചുള്ളൂ എന്നാ. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം മേടിച്ചിട്ട് അയക്കുക. മക്കൾക്കൊക്കെ ഞങ്ങളൊരു വിരുന്നുകാരാ. വല്ലപ്പോഴും സമ്മാനങ്ങളുമായി വരുന്ന വിരുന്നുകാർ. ഒരാൾ സന്തോഷത്തോടെയോ സങ്കടത്തോടെയോ ജീവിക്കുന്നതെന്ന് പുറത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ജീവിക്കുന്നത് ആരവരുടെ മനസ്സിലാണ്. സങ്കടായി. ഓക്കേ, ഇനി നമുക്ക് സങ്കടം മാറ്റാൻ നമുക്ക് മമ്മൂക്കയുടെ ഒരു പാട്ട് ഞാൻ പാടാം. ആ വിഷ്വൽ ഒന്ന് വിഷ്വൽ ഇടാം. നമുക്കത് സ്പോട്ട് ഡബിംഗ് അല്ലേ, അതല്ലേ പറയുന്നത്? അതെ, സ്പോട്ട് ഡബിംഗ് ചെയ്യാറുള്ളതാണോ അത്തരത്തിൽ? ഞാൻ ഇപ്പൊ സ്റ്റേജുകളിൽ ചെയ്യാറുണ്ട്. നമുക്ക് ദൃശ്യം കണ്ട് അല്ലേ, ഇവിടെ നോക്കിയോ അല്ലേ? ഇതല്ലല്ലോ നമുക്ക് പാടുന്നതിന് ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പാടുന്ന ഒരു വിഷ്വൽ. ഓക്കേ, ഇതിപ്പോ ഏതാ പാട്ട്? ഇത് നമുക്ക് ഒരു പാട്ടായിട്ട് പാടാം. പാട്ട് പാടിയാലോ? പാട്ടായിട്ട് പാടാം. ഓക്കെ. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ? ഒരു മിനിറ്റ് കേട്ടോ. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ? കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവാ വേഗത്തിൽ. ഉണ്ടക്കുപ്പി 2 എണ്ണം ആദ്യം പോരട്ടെ. കോട്ടിനുള്ളിൽ പൂത്തിക്കോ ആരും കാണണ്ട. നേരം തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നം വരും. അപ്പൊ PCR നമുക്ക് ആ ദൃശ്യം റെഡി ആണെങ്കിൽ എന്നാൽ ആ ദൃശ്യത്തിൽ സ്പോട്ട് ഡബ് ചെയ്യാം. ഇത് തന്നെയാണ്, സോങ് തന്നെയാണ്. എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ? കള്ളിന് കൂട്ടാൻ കറിയില്ലേ കൊണ്ടുവാ വേഗത്തിൽ. ഉണ്ടക്കുപ്പി 2 എണ്ണം ആദ്യം പോരട്ടെ. കോട്ടിനുള്ളിൽ പൂത്തിക്കോ ആരും കാണണ്ട. നേരം മോന്തിയാകുമ്പോൾ ഭരതൻ മാസ്റ്റർ റെയിൽ വഴിയായി ഷാപ്പിൽ കയറാനെത്തിപ്പോയി ആരും കാണണ്ട. ഹേയ് എന്താ ജോൺസാ കള്ളില്ലേ കല്ലുമക്കായില്ലേ? ഇനി പിന്നെ പൃഥ്വിരാജിനെ ചെയ്യും അല്ലേ? പൃഥ്വിരാജിന്റെ മുന്നിലുള്ള വോയിസ് ആണ്. ഇപ്പം ലേറ്റസ്റ്റ് വോയിസ് ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട ഫണ്ട് ശരത് ആലപ്പുഴ എന്നൊരു ഫണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് അത് ചെയ്താൽ പുള്ളിക്കൊരു ടെൻഷനൊക്കെ വരും. ചുമ്മാ പറഞ്ഞാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പഴയ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ചെയ്യുന്നത് ചോക്ലേറ്റ് എന്ന സിനിമയിലുള്ള ഒരു ക്ലൈമാക്സ് അദ്ദേഹത്തിൻ്റെ ഒരു എടീ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിയെ നീ എന്നതാടീ കരുതിയേ?
നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിടന്നാടുന്നു. അത് പണ്ട്. ഇന്ന് ഈ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാകാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് എന്നൊക്കെ സാധാരണ സ്റ്റേജിൽ നിന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. വേണ്ട വേണ്ട. അതെ, നമുക്കത് വേണ്ട. ഓക്കെ, വെറുതെ പറഞ്ഞതാ. ഇനി ഇതാണ് നിവിൻ പോളിനെ ചെയ്യോ? നിവിൻ പോളി ചെയ്യാറുണ്ട്, മൈക്കിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എത്രത്തോളം അത് പെർഫെക്ഷൻ വരുമെന്ന് അറിയില്ല. നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തട്ടത്തിൽ മറിയത്തിലെ ഒരു പ്രപ്പോസിങ് സീനാണ്. ഓ, അടിപൊളി സീന്. ഐഷോ, ഇന്നിങ്ങനെ ഒന്ന് പേടിപ്പിക്കണേ മതിയല്ലോ. പക്ഷെ എനിക്ക് വീട്ടിലിരിക്കാൻ നിൽക്കാറില്ല. ഇരിക്കുമ്പോൾ കൈയും കാലം മറക്കും, നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. സത്യം പറയല്ലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതം സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല്ല ഐഷോ. നിന്റെ വീട്ടുകാരൊന്നിനെ തരുന്നതിന് മുമ്പ് ഞാൻ പറയും ഐ ലവ് യു ഐഷ. പൊളി പൊളി. അതായത് മമ്മൂട്ടി മാത്രമല്ല കേട്ടോ, മറ്റ് എല്ലാവരെയും നന്നായി ചെയ്യുന്നുണ്ട്. ഇനി ആരാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? തമിഴ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കമലഹാസൻ സാറിൻ്റെ ഒക്കെ വോയിസ് ഇപ്പം കൺമണി, അൻപോട, കാതലൻ, നാൻ, എഴുത്ത്, ഇതിപ്പോൾ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ചെറിയൊരു. പക്ഷെ ഞാൻ നേരത്തെ ഭാഷയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഞാൻ മുന്നേ ഭാഷ കൊണ്ട് നമ്മൾ പാലക്കാടൻ ഭാഷ പറഞ്ഞിട്ട് നമ്മളെ ഞെട്ടിച്ച ബിജു മേനോൻ, അദ്ദേഹത്തിൻ്റെ ഓർഡിനറി എന്ന സിനിമയിലുള്ളൊരു ഡയലോഗ് ജസ്റ്റ് തന്നെ. ഓ, കാര്യങ്ങളൊക്കെ അവിടുന്ന് പറയണ്ടാവല്ലോ, അവിടെ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. ഒരു KSRTC ബസ്സിൽ കണ്ടക്ടർ പറഞ്ഞത് ഡ്രൈവറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് നീ, വേണുമാശം മോണത്, വേണുമാശം കൈക്കൊക്കെ മണ്ടാണ്, എന്താണ് കാട്ടണ നീ, പൊട്ടാണ് നീ. കൊള്ളാം. ഇനി ഒരു മമ്മൂട്ടി കഥാപാത്രം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. മറ്റെന്തെങ്കിലും വിശേഷമുണ്ടോ? ഇപ്പോൾ ഇല്ല, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് റിപ്പോർട്ടർ ചാനലിൽ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചതിലും. കാരണം കുറച്ച് കാലത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും സജീവമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എനിക്ക് തോന്നുന്ന മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ, ഇപ്പം ടർബോ, ലേറ്റസ്റ്റ് വന്ന ടർബോ ഉണ്ട്. ടർബോയിൽ നമുക്കൊരു കൂടുതൽ ഡയലോഗ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒറ്റ ഡയലോഗ് പറയുന്നുണ്ട്. ജോസ് ചായൻ്റെ ഒരു ഡയലോഗുണ്ട്, ഞാനിവിടെ വീഴുവാണേ, എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് ടർബോ എന്ന സിനിമയിൽ. അതെ, ലാസ്റ്റ് ക്ലൈമാക്സിൽ പറയുന്ന ഡയലോഗ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ഉഷാറാവട്ടെ. നമുക്ക് ഇതിൽ പറഞ്ഞ, ഞാൻ എല്ലാ പ്രോഗ്രാം പറഞ്ഞ് നിർത്താറുള്ളത് രാജമാണിക്യത്തിൽ പറഞ്ഞ നമുക്കടെ ആ ഒരു കലിപ്പ് ഡയലോഗാണ്. അന്തരാസ് കുന്തരാസ് തള്ളേ കല്ലിപ്പുള്ളി തീരണില്ലല്ലേ. പൊളി പൊളി. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ. ഇനിയും പറ്റുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ മുന്നിൽ വീണ്ടും ചെയ്യാൻ അവസരം കിട്ടട്ടെ. ദുൽഖറിനെയൊക്കെ നേരിട്ട് കണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനും പ്രശംസ പിടിച്ചു പറ്റാനൊക്കെയുള്ള അവസരം കിട്ടട്ടെ. ഇവിടെ വന്നതിൽ സന്തോഷം. പ്രേക്ഷകർക്കൊക്കെ വിപിൻ്റെ ഈ ഒരു അനുകരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.